ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ബാംഗ്ലൂരേക്കാണ് കേട്ടോ. സമയം രാവിലെ 3 മണി. ഇവിടുന്ന് 138 കിലോമീറ്റർ ഉണ്ട് ഗൈസ് ബന്ദിപ്പൂർ ചെക്ക് പോസ്റ്റിലേക്ക്. ചെക്ക് പോസ്റ്റ് രാവിലെ ഒരു 6 മണി ആകുമ്പോഴാണ് തുറക്കുക. നമ്മളൊരു 5:50 ആകുമ്പം ചെക്ക് പോസ്റ്റ് എത്തി. തുറന്നിട്ടില്ല. എപ്പോഴും പോലെ നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് നേരം വരിയൊക്കെ നിന്ന് കുറച്ച് കുരങ്ങന്മാരെയൊക്കെ കണ്ടു. അങ്ങനെ ബോർഡർ എത്തി. ഇവിടെ 50 രൂപേൻ്റെ ഒരു ഫോറസ്റ്റ് എൻട്രി ടിക്കറ്റ് എടുക്കണം. പിന്നെ ഒരു 20 കിലോമീറ്ററോളം കാട്ടിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം നമ്മൾ ഗുണ്ടൽപേട്ട് എത്തി. ഈ സ്ഥലത്തിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ദ ഫ്ലവർ പോട്ട് ഓഫ് ഇന്ത്യ. ഒരു ജൂണിൻ്റെ സെപ്റ്റംബറിൻ്റെ ഇടയ്ക്കാണ് ഇതുവഴി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അവിടുന്ന് പിന്നെ അടുത്തുള്ള ചായക്കടയിൽ പോയി രണ്ടുപേരും ഓരോ ബ്രെഡ് ഓംലേറ്റും ചായയും കുടിച്ചു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അങ്ങനെ മൈസൂർ എത്തി ഗൈസ്. മൈസൂരെത്തി അവിടെ ഒരു പെട്രോൾ പമ്പ് കയറി ഫ്രഷായി. നമ്മളിപ്പോൾ 220 കിലോമീറ്റർ കവർ ചെയ്തു. ഇനി 200 കിലോമീറ്റർ ഉണ്ട് ലൊക്കേഷനിലേക്ക്. പക്ഷേ ഇനി നമ്മൾ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയിലാണ് പോകുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് എത്തും. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നല്ല രസമായിട്ട് ഇങ്ങനെ പോവാം. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി. എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് ഇറങ്ങി നൈസ് റോഡ് കയറി അടക്കമാരഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇതിൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കന്നഡ അറിയില്ല, അവർക്ക് മലയാളം അറിയില്ല. പക്ഷെ നമ്മൾ അവിടെ പോയി ലോഡ് കയറ്റും. വെയർ ഹൗസ് കുറച്ച് ഉള്ളോട്ടാണ്. അപ്പം അങ്ങോട്ട് പോകുന്നതിൻ്റെ മുന്നേ ഒരു ധാബയിൽ കയറി ലഞ്ച് അവിടെ നിന്ന് ഫിനിഷ് ചെയ്തു. അങ്ങനെ നമ്മൾ ഗോഡൗണിലേക്ക് എത്തിയിട്ടോ. കോഴിക്കോട് നിന്ന് കുറച്ച് ബോക്സ് റിട്ടേൺ ഉണ്ടായിരുന്നു. അതിൻ്റെ ബില്ലാണ്. നമ്മൾ ചെന്നപ്പം തന്നെ അവർ അത് ഇറക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വണ്ടി കാലിയായി. ഇനി അവിടെ നിന്ന് കുറച്ച് പാല് കയറ്റാനുണ്ടായിരുന്നു. 2 സ്ഥലത്ത് നമുക്ക് ലോഡ് കയറ്റാനുണ്ട്. ആദ്യത്തെ സ്ഥലത്ത് കയറ്റി കഴിഞ്ഞു. രണ്ടാമത്തെ സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. ഒരു 20 കിലോമീറ്റർ മാറിയാണ് അടുത്ത ലൊക്കേഷൻ വരുന്നത്. അന്ന് എന്തോ ഒരു ബില്ലിംഗ് ഇഷ്യൂ കാരണം വണ്ടി ലോഡായില്ല. അന്ന് രാത്രി അവിടെ കിടക്കേണ്ടി വന്നു. നല്ല മഴയായിരുന്നു. വ്ളോഗ് കുറച്ച് ലെങ്ത് കൂടി പോയി. പാട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.